അമേരിക്കൻ ജനതയുടെയും നല്ലൊരു പങ്ക് അങ്ങനെ വിശ്വസിക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ യുദ്ധമാണ്. അമേരിക്ക എന്ന വലിയേട്ടനെ പണ്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം ഡെമോക്രാറ്റുകളായ പ്രസിഡന്റുമാരും ഈവൻ റിപ്പബ്ലിക്കന്മാരും മാറി നിന്നു. 1 മാസം കഴിഞ്ഞിരിക്കുന്നു, യുദ്ധം അവിടെ തന്നെ നിൽക്കുന്നു. വഞ്ചി തിരുനക്കര തന്നെയാണ്, 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. എന്ത് വെടിനിർത്തൽ ഉണ്ടാകുമ്പോഴും അമേരിക്ക പ്രഖ്യാപിക്കുമ്പോഴും വെടിനിർത്തൽ ലംഘിക്കുന്നു എന്ന് നിർബന്ധമായി ഉറപ്പുവരുത്തുന്ന തിരക്കിലാണ് ഇസ്രായേൽ. പാകിസ്ഥാൻ ഇടപെടുന്ന ഒരു നയതന്ത്ര നീക്കവും പൂർണ്ണമായി അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാവില്ല. കച്ചവട കണ്ണുള്ള, കഴുകൻ കണ്ണുള്ള അമേരിക്ക ഓയിൽ റിച്ചായ പെട്രോ ഡോളേഴ്സ് കൈവശമുള്ള ഗൾഫിൽ നിന്നും നല്ലൊരു തുക ഈ യുദ്ധം കഴിയുമ്പോൾ ഈടാക്കുകയും ചെയ്യും. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾക്ക് തുരങ്കം വെക്കുന്നത് ശരിക്കും ഇസ്രായേൽ തന്നെയാണോ? അങ്ങനെ ചോദിക്കാൻ കാരണം, വെള്ളിയാഴ്ചയാണ് ഇസ്രായേൽ ഇറാനിലെ 2 ഉരുക്ക് നിർമ്മാണശാലകൾ ആക്രമിച്ചത്. 2 പ്രമുഖ യൂണിവേഴ്സിറ്റികളും ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. കൂടെ രാജ്യത്തെ ആണവോർജ കേന്ദ്രങ്ങളിലും ബോംബിട്ടിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് ട്രംപിന്റെ ഉറപ്പ് വന്നതിന് പിന്നാലെയായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത്. ഇവയത്രയും ബോധപൂർവമാണ് എന്നും ചർച്ച വഴിതെറ്റിക്കാനാണ് എന്നും മിക്ക വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നുമുണ്ട്. ഇറാനെ നശിപ്പിക്കും വരെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നെതന്യാഹു അപ്പോൾ ബോധപൂർവമായ ഒരു ശ്രമം നടത്തുന്നുണ്ടോ? അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഈ യുദ്ധത്തിൻ്റെ ട്രാക്കും ഗതിയും നിർണയിക്കാൻ യുദ്ധം പ്രഖ്യാപിച്ച ശക്തിക്ക് ഒരുപക്ഷെ കഴിയണമെന്നില്ല. ഇവിടെ അമേരിക്കയെ യുദ്ധത്തിലേക്ക് ആകർഷിച്ച് കൊണ്ടുവന്നത് ഇസ്രായേലാണ് എന്നതാണ് പൊതുവേ ഉള്ളൊരു വിശ്വാസം. അമേരിക്കൻ ജനതയുടെയും നല്ലൊരു പങ്ക് അങ്ങനെ വിശ്വസിക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ യുദ്ധമാണ്. അമേരിക്ക എന്ന വലിയേട്ടനെ പണ്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം ഡെമോക്രാറ്റുകളായ പ്രസിഡന്റുമാരും ഈവൻ റിപ്പബ്ലിക്കന്മാരും മാറി നിന്നു. ഒബാമ അടുത്തില്ല, ബൈഡൻ വളരെ സമാധാന പ്രേമിയായിരുന്നു, അടുത്തില്ല. അതുപോലെ ട്രംപിൻ്റെ 1ാം ഭരണകൂട കാലത്ത് വേണ്ട പിൻബലം അമേരിക്കൻ സെനറ്റിൽ ട്രംപിന് ഇല്ലാതെ പോയി. സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലും ഇപ്പോൾ ലഭിക്കുന്ന അത്രയും ബാക്കിങ് അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പദ്ധതി നടന്നില്ല. ഇപ്പോൾ ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം, വളരെ ഹോക്കിഷ് നിലപാടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം മുൾമുനയിലാണ്, ആഭ്യന്തരമായി ആരോപണങ്ങൾ നേരിടുന്നു, കുന്തമുനയിൽ തന്നെയാണ്. വലിയ ഇസ്രായേൽ ഡെമോക്രാറ്റിക് രാജ്യമല്ലേ? യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്ന ചെയ്തികൾ പലതും സഭ്യതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് തോന്നാമെങ്കിലും ഉള്ളിൽ നിന്നൊരു തിരുത്തൽ ശക്തിയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അതിശക്തമായ റെസിസ്റ്റൻസ് ഉണ്ട് ഇസ്രായേലിനുള്ളിൽ. ട്രംപിനെതിരെ അമേരിക്കയ്ക്കുള്ളിലും റെസിസ്റ്റൻസ് ഉണ്ട്. ഇതെല്ലാം ഓർത്ത് വെച്ചുകൊണ്ട് പക്ഷേ ട്രംപ് ഇതിനെല്ലാം അതിലംഘിച്ച് തൻ്റെ മേൽക്കോയ്മ ഒരുതരം ജിങ്കോയിസമാണ്. ആ ഒരു വ്യക്തിയുടെ ഒരു മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ തുടങ്ങി വെച്ചു. അമേരിക്ക യുദ്ധത്തിലേക്ക് വരുന്നു, ഇറാനെ ആക്രമിക്കുന്നു, നാടകീയമായി ആദ്യഘട്ടത്തിലെല്ലാം ഓക്കെ. പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിച്ച് ലക്ഷ്യങ്ങൾ നേടി പുറത്തു പോരാം, എന്നിട്ട് വിജയം ആഘോഷിക്കാം. 1 മാസം കഴിഞ്ഞിരിക്കുന്നു, യുദ്ധം അവിടെ തന്നെ നിൽക്കുന്നു. വഞ്ചി തിരുനക്കര തന്നെയാണ്, 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. നാശനഷ്ടങ്ങളുണ്ടായി, 2 പക്ഷത്തും ഉണ്ടായി. ഇറാനിൽ കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായി കാണാം. അവിടെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇസ്രായേൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, ഇസ്രായേൽ അത് തുടരുന്നു. അതായത് ഈ വെടിവെപ്പ് തുടരുന്നു. അതിനർത്ഥം എന്താ? ചില കേന്ദ്രങ്ങൾ, ജനവാസ മേഖലകൾ, ഊർജ നിർമ്മാണ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ഉറപ്പാണ് അമേരിക്ക കൊടുക്കുന്നത്. ഈ ഉറപ്പൊന്നും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. ഇറാന് മേൽ അതിശക്തമായ ആക്രമണം. അങ്ങനെ വരുമ്പോൾ ഇറാനെ തിരിച്ചടിക്കാതിരിക്കാനാവില്ലല്ലോ. ഇറാൻ തിരിച്ചടിക്കുന്നു അമേരിക്കൻ താവളങ്ങൾക്കെതിരെ, ഇസ്രായേലിന് തന്നെ എതിരെ. അതുപോലെ ജനവാസ കേന്ദ്രങ്ങൾക്കെതിരെ പോലും ഇറാൻ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2-3 കാര്യം ഇവിടെ സൂചിപ്പിച്ച 2-3 സ്ഥലങ്ങളുണ്ടല്ലോ. ഇറാൻ്റെ യൂണിവേഴ്സിറ്റികൾ, വിഖ്യാതമായ യൂണിവേഴ്സിറ്റി സിസ്റ്റമാണ്. ഇറാൻ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേരുള്ളൊരു സ്ഥലമാണ്. സിവിലൈസേഷൻ്റെ സീറ്റാണെന്ന് ഓർക്കണം. പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ബാക്കിപത്രമാണ് ഇന്നത്തെ ആധുനിക ഇറാൻ. അവിടെ യൂണിവേഴ്സിറ്റീസ്, ടെഹ്റാൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വിദ്യാർത്ഥികൾ ഇറാനിൽ പോയി പഠിക്കുന്നുണ്ട്. എല്ലാവരും മതപഠനത്തിനല്ല പോകുന്നതെന്ന് ഓർക്കണം. സയൻസ് ആൻഡ് ടെക്നോളജിയും ഹ്യൂമാനിറ്റീസും ലാംഗ്വേജസും എല്ലാം പഠിക്കുന്ന സർവകലാശാലകളുണ്ട്. സർവകലാശാലകൾ എന്ത് ത്രെട്ടാണ്! ഇപ്പം സയൻസ് ആൻഡ് ടെക്നോളജി വേണമെങ്കിൽ പറയാം, ഇനി ആണവ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ ഗൂഢമായി സർവകലാശാലകൾ നടക്കുന്നു എന്ന് ആരോപിക്കാം. പക്ഷെ തെളിയിക്കാനാവില്ല. സർവകലാശാലകൾ പലതും ആക്രമിക്കപ്പെട്ടു, ഡീസാലിനേഷൻ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടു.
ഊർജ നിർമ്മാണശാലകൾ ആക്രമിക്കപ്പെട്ടു, ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാല ആക്രമിക്കപ്പെട്ടു. വേണമെങ്കിൽ പറയാം ഈ വാർ മെഷീനറിക്ക് വേണ്ടി ഇരുമ്പ് ഉരുക്ക് എല്ലാം ആവശ്യമാണ്, ആക്രമിക്കപ്പെട്ടു. ഒന്നും വേണ്ട, കാർഗ് ഐലൻഡ് അമേരിക്കയല്ല ആദ്യം ആക്രമിച്ചത്, ഇസ്രയേലാണ്. അപ്പം കാർഗ് ഐലൻഡിൽ ആക്രമണം തുടങ്ങി വെച്ച സ്ഥിതിക്ക് അമേരിക്ക പിന്നെ ഫോളോ അപ്പ് ചെയ്യാതിരിക്കാനാവില്ല. അപ്പം ഇസ്രയേൽ ആക്രമണം തുടങ്ങുകയും അമേരിക്കയ്ക്ക് അത് ഏറ്റുപിടിക്കേണ്ടി വരികയും ചെയ്യുക എന്നതാണ് വിധി വൈപരീത്യം. അപ്പം എന്ത് വെടിനിർത്തൽ ഉണ്ടാകുമ്പോഴും അമേരിക്ക പ്രഖ്യാപിക്കുമ്പോഴും വെടിനിർത്തൽ ലംഘിക്കുന്നു എന്ന് നിർബന്ധമായി ഉറപ്പുവരുത്തുന്ന തിരക്കിലാണ് ഇസ്രയേൽ. ഇത് ഇറാൻ മനസ്സിലാക്കുന്നു. ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഏകോപനമുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ഏകോപനം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു ഏകോപനമില്ല. ഇസ്രയേൽ കണ്ടിന്യൂസ് ടു പെർസ്യൂ ഇറ്റ്സ് ഇൻട്രസ്റ്റ്, അമേരിക്ക ഈസ് ഫോഴ്സ്ഡ് ടു ഫോളോ സ്യൂട്ട്. അല്ലേ, ഇറാൻ നിരന്തരം ആക്രമണ വിധേയമാകുന്നു ഇസ്രായേലിൽ നിന്നും. അപ്പോൾ അമേരിക്ക കണ്ണുപിടിച്ച് നിൽക്കാനാവില്ല, ഇറാൻ തിരിച്ചടിക്കും ഇസ്രായേലിനെ. അപ്പോൾ അമേരിക്ക പ്രതിരോധിക്കേണ്ടി വരും. ഇത് നന്നായി അറിയാം ഇസ്രായേലിന്. അതുകൊണ്ട് പരമാവധി യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയും യുദ്ധത്തിൽ പരമാവധി കാഷ്വാലിറ്റീസ് ഇറാനിലുണ്ടാവുകയും തങ്ങളുടെ നാശനഷ്ടങ്ങൾ കുറച്ചുകൊണ്ടുവരികയും തങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകുമെന്ന ഘട്ടം വന്നാൽ അമേരിക്ക എന്തുവിധേനയും ഇടപെട്ട് തങ്ങളെ രക്ഷിച്ചുകൊള്ളും എന്ന വിശ്വാസമാണ് ഇസ്രയേലിൻ്റെ കൈമുതൽ. നോക്കൂ, ഇസ്രയേലിന് നേരെ ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വലിയ ആക്രമണങ്ങളാണ്. ഇസ്രയേലിൻ്റെ തെക്കൻ പ്രദേശം, ഏറ്റവും തെക്കുള്ള പ്രദേശം മുഴുവൻ നെജേവ് മരുഭൂമിയാണ്. അപ്പോൾ അതിൻ്റെ മധ്യത്തിലാണ് ഡിമോണ ന്യൂക്ലിയർ പ്ലാന്റ്. ഡിമോണ പ്ലാന്റിന് സമീപമുള്ള ഡിമോണ നഗരമുണ്ട്. പിന്നെ മറ്റൊരു നഗരം. ഈ രണ്ട് നഗരങ്ങളിലും നിരന്തരമായി ഇറാൻ കഴിഞ്ഞ ആഴ്ച ബോംബ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ ഇസ്രായേലിൻ്റെ മധ്യഭാഗത്തുള്ള പല സ്ഥലങ്ങൾ, എന്തിന് ടെല്ലവീവിലും ജെറൂസലമിലും ഹൈഫ പോർട്ടാണ്, ഇവിടെയൊക്കെ തന്നെ കൃത്യമായ ആക്രമണങ്ങൾ ഒരു 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മുതൽ ഇറാൻ്റെ ആക്രമണത്തിന് കൃത്യത കൂടുന്നതായും ഇസ്രയേലിനുള്ളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതായും ഇസ്രയേലിൻ്റെ അയൺ ഡോം സംവിധാനത്തിൽ സുഷിരങ്ങൾ വീഴുന്നതായും ഇപ്പോൾ കാണുന്നു. അതിനർത്ഥം ഇസ്രയേൽ യുദ്ധം നിർത്തുന്നു എന്നല്ല, പക്ഷേ പരമാവധി നാശനഷ്ടങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെ പരമാവധി അമേരിക്കയെ കൊണ്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന ഇസ്രയേലിൻ്റെ പദ്ധതിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു സമാധാന ചർച്ച ഇപ്പോൾ ഉണ്ടല്ലോ, പാകിസ്ഥാനിൽ വെച്ച്, ഇസ്ലാമാബാദിൽ വെച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് 2 ദിവസത്തെ ചർച്ചകളാണ്. കഴിഞ്ഞ ദിവസം തുടങ്ങി, രാത്രികൾ മുഴുവൻ ചർച്ചകളായിരുന്നു, പകൽ സമയത്ത് തുടരുന്നു. ഈ ചർച്ചകളിൽ 4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. തുർക്കിയുടെ, ഈജിപ്തിൻ്റെ, സൗദി അറേബ്യയുടെ, പാകിസ്ഥാൻ്റെ. അതുപോലെ പാകിസ്ഥാൻ്റെ ജനറൽ അസിം മുനീർ നിരന്തരമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി സംസാരത്തിലാണ്. JD വാൻസ് ഈസ് എ മോഡറേറ്റ് പേഴ്സൺ, എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അസിം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തി അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൻ്റെ ഭാഗമാണ് എന്ന രീതിയിലൊരു പ്രസക്തി നിലനിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണെന്ന് പറയുമ്പോഴും തങ്ങളുടേതായ രീതിയിൽ ആരങ്ങ് കൊഴുപ്പിച്ച് നിർത്തുകയാണ് പാകിസ്ഥാൻ. ഇതെല്ലാം പൂർണ്ണമായി അങ്ങോട്ട് അംഗീകരിക്കാൻ ഇസ്രയേൽ തയ്യാറാവുമോ? എൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. പാകിസ്ഥാൻ ഇടപെടുന്ന ഒരു നയതന്ത്ര നീക്കവും പൂർണ്ണമായി അംഗീകരിക്കാൻ ഇസ്രയേൽ തയ്യാറാവില്ല. അപ്പോൾ അമേരിക്കയും ഈ 3 മുസ്ലിം രാജ്യങ്ങളും അതോടൊപ്പം മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാനും എല്ലാം ചേർന്നുകൊണ്ട് തട്ടിക്കൂട്ടി എടുക്കാൻ സാധ്യതയുള്ള ആ ഒരു ഫോർമുല 2 രാജ്യങ്ങൾ അംഗീകരിക്കില്ല. ഒന്ന് ഇസ്രയേൽ, മറ്റൊന്ന് ഇറാൻ. ഇറാൻ അംഗീകരിക്കില്ല. പാകിസ്ഥാനെ ഇറാൻ പൂർണ്ണമായി വിശ്വസിക്കുമെന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ വിശ്വസിക്കുന്നുണ്ടോ? ഇറാനും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളൊക്കെയാണ്, പക്ഷേ അവർ തമ്മിൽ അതിർത്തി തർക്കം ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ തർക്കമുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാനെ അമേരിക്കയുടെ ഏജൻ്റായിട്ട് മാത്രമേ ഇറാൻ കാണൂ. സൗദി അറേബ്യയുമായിട്ട് സൈനിക കരാറുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഇറാൻ പൂർണ്ണമായി പാകിസ്ഥാനിൽ വെച്ച് ഉരുത്തിരിയുന്ന ഒരു സമാധാന പ്രക്രിയ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇസ്രയേലും അംഗീകരിക്കുന്നില്ല, ഇറാനും അംഗീകരിക്കുന്നില്ല. എങ്കിൽ ഈ സമാധാന പ്രക്രിയ വെറും പ്രഹസനമല്ല ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇത് പ്രഹസനമാകേണ്ടത് 2 കൂട്ടരുടെ ആവശ്യമാണ്, ഇറാൻ്റെ ആവശ്യമാണ്. ഇറാൻ ആഗ്രഹിക്കുന്നത് കരയുദ്ധമാണ്. വരട്ടെ, അടിച്ചു തീരത്തല്ലേ ഉള്ളൂ. കരയുദ്ധം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ തങ്ങൾക്ക് ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് വന്നാൽ അത് വെച്ച് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ മീനിങ് ഫുള്ളായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഫ്രോം എ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത് ഇറാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏറിയൽ ബോംബാർഡ്മെൻറ്റിൽ ആകെപ്പാടെ തകർന്നു എന്ന പ്രതീതിയല്ലേ വരുന്നത്. അവിടെ നെഗോഷിയേഷൻ ശരിയാവില്ല. അത് ഇറാൻ്റെ പദ്ധതി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എത്രയും നീളുമോ അത്രയും നീളട്ടെ, അത്രയും കൂടുതൽ നാശനഷ്ടം ഇറാൻ ഉണ്ടായിക്കൊള്ളുമല്ലോ.
തങ്ങളുടെ ചിലവിലല്ല, അമേരിക്കയുടെ ചിലവിൽ അത്രയും വലിയ നാശനഷ്ടം ഉണ്ടാകുമല്ലോ. ഇതിൽ പെട്ടുപോയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അവിടെ എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല, അവിടേക്ക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കൾ കടന്നു വരാൻ കഴിയുന്നില്ല. ഗൾഫ് ഇക്കോണമിയുടെ മേലുള്ള സ്ട്രെയിൻ വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, കച്ചവട കണ്ണുള്ള, കഴുകൻ കണ്ണുള്ള അമേരിക്ക ഓയിൽ റിച്ചായ പെട്രോ ഡോളേഴ്സ് കൈവശമുള്ള ഗൾഫിൽ നിന്നും നല്ലൊരു തുക ഈ യുദ്ധം കഴിയുമ്പോൾ ഈടാക്കുകയും ചെയ്യും. കൂടുതൽ ആയുധങ്ങൾ വിൽക്കാനുള്ള അവസരവും അമേരിക്ക ഒരുക്കിയെടുക്കും. അത് മാത്രമല്ല, ഇറാൻ്റെ എണ്ണയുടെ മേലാണ് അമേരിക്കയുടെ കണ്ണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ, തങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് പുണ്യത്തിനൊന്നുമല്ല. ഇറാൻ്റെ ഓയിൽ മൈറ്റ് അവസാനിപ്പിക്കാൻ തങ്ങൾ ഇറാൻ്റെ ഓയിൽ കൺട്രോൾ ചെയ്യും. വെനിസ്വലയുടെ കൺട്രോൾ ചെയ്തതുപോലെ ഇറാൻ്റെ ഓയിൽ വെൽത്ത് തങ്ങൾ നിയന്ത്രിക്കും. അതിനുവേണ്ടിയാണ് ഖാർഗ് ഐലൻഡ് പിടിക്കുന്നത്. അപ്പം ഖാർഗ് ഐലൻഡ് പിടിച്ചാൽ അതുവഴിയുള്ള സപ്ലൈയുടെ നിയന്ത്രണം അമേരിക്കയുടെ കൈവശമാകും. അങ്ങനെയെങ്കിൽ പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് സപ്ലൈ ചെയ്യാൻ പറ്റൂ. എണ്ണ ഇറാൻ്റെ പ്രകൃതിയിൽ കിടക്കുകയാണ്. അത് ഊറ്റിയെടുത്ത് കൊണ്ടുവന്ന് ഖാർഗ് ഐലൻഡിൽ വെച്ചിരിക്കുന്ന ഒരു പക്ഷേ ഖാർഗ് പിടിച്ചെടുത്താൽ അമേരിക്കയ്ക്ക് വിൽക്കാൻ കഴിയും. പക്ഷേ ഇതൊക്കെ തിയററ്റിക്കലി പറയാമെന്നല്ലാതെ പൂർണ്ണമായി നടക്കുന്നതല്ല. അതുകൊണ്ട് ഇസ്രയേൽ അമേരിക്കയെ പരമാവധി യുദ്ധരംഗത്ത് ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കും. ചർച്ചകൾ വഴിമുട്ടുമ്പോൾ ഇസ്രയേൽ ഊറിച്ചിരിക്കും, തങ്ങൾക്ക് യുദ്ധാവസാനം വേണ്ട. ഇറാനും ഊറിച്ചിരിക്കും, തങ്ങൾക്കും യുദ്ധാവസാനം വേണ്ട. ഇത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് അമേരിക്കയ്ക്ക് അതിൽ വലിയ കാര്യമായ കാര്യമില്ല. ഇറാൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്നേ ഉള്ളൂ. ആത്യന്തികമായി അമേരിക്കൻ താല്പര്യങ്ങളും കൂടി സംരക്ഷിച്ചു പോകണമെന്ന ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിലേക്ക് നിൽക്കുന്നു. ആത്യന്തികമായി ഇസ്രയേലിൻ്റെ ഒരു സ്കീം ഓഫ് തിങ്സിൽ അമേരിക്ക പെട്ടുപോയതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രാഷ്ട്രീയമായി വലിയ വില കൊടുക്കേണ്ടി വരും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഒന്നുകൂടി കയറ്റി പറയുന്നു, നാളുകളിലെ ശാക്തിക സമവാക്യങ്ങളെക്കുറിച്ചുള്ള ഗൂഢമായ ആലോചന പല കേന്ദ്രങ്ങളിലും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഉണ്ടാകും. ഇങ്ങനെ അമേരിക്ക കയറൂരി വിടപ്പെട്ടാൽ റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ തങ്ങൾക്കൊക്കെ നിലനിൽപ്പില്ലാതാവുമെന്ന് പല രാജ്യങ്ങളും ചിന്തിക്കും. ഡോളറിന് ബദലായി അമേരിക്കൻ ഒരു സ്കീം ഓഫ് തിങ്സിന് ബദലായി മാർഗങ്ങളെക്കുറിച്ചുള്ള ആലോചനകളുടെ തുടക്കമാവും ഈ യുദ്ധം. അതുകൊണ്ട് വ്യാപാര യുദ്ധം നടത്തി അവിടെ ട്രംപ് ഒരുപാട് പേരെ പിണക്കി. ഇപ്പോൾ ഇതാ എണ്ണയുദ്ധം ഗൾഫ് നടക്കുന്നു. ഒരുപാട് ഗുഡ്വിൽ നഷ്ടപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഗുഡ്വിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ നിവൃത്തികേട് കൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പഞ്ചപുച്ഛമടക്കി അമേരിക്ക അംഗീകരിച്ച് നിൽക്കുന്നത്. കാരണം റഷ്യ എന്ന വലിയ വിപത്തുണ്ട്. റഷ്യ ഒരു ഭീഷണിയല്ല എന്ന് തോന്നി ഉക്രൈൻ യുദ്ധം യൂറോപ്പ് വിചാരിച്ചങ്ങ് പരിഹരിക്കുകയാണെങ്കിൽ, പുടിൻ ഒന്ന് വിചാരിച്ചാൽ ലോകരാഷ്ട്രീയം മാറി മറിയും. പുടിൻ പറയുകയാണ്, നാളെ ഉക്രൈൻ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു, ഇനി ഒരിക്കലും ഞങ്ങൾ ഉക്രൈനെ ആക്രമിക്കില്ല, യൂറോപ്പിന് ചില ഉറപ്പുകൾ ഞങ്ങൾ കൊടുക്കുകയാണ്, യൂറോപ്യൻ രാജ്യങ്ങളുമായി ഞങ്ങളൊരു കരാറിലെത്താം എന്ന് വ്ളാഡിമിർ പുടിൻ പറയുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് പിന്നെ അവിടെ ഒരു ഫുട് ഹോൾഡ് ഇല്ല. വേറൊരു ലോകക്രമം ഉരുത്തിരിയുന്നതിനെക്കുറിച്ചുള്ള ആദ്യ ചിന്തകൾ സ്ഫുലിംഗങ്ങളായി ഇപ്പോൾ രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നീണ്ടോട്ടെ എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാരണത്താലാണ് നീണ്ടോട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക ഇസ്രയേൽ ഉണ്ട് എന്ന് കരുതുന്ന ആ ഒരു കോർഡിനേഷൻ ഉപരിതലത്തിൽ മാത്രമേ ഉള്ളൂ. ആഴത്തിലേക്ക് പോകുമ്പോൾ ഇസ്രയേലിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് കുഴച്ചിട്ടതിന് ശേഷം പൊടി തട്ടിയങ്ങ് പോയാൽ മതിയാകും. അതാണ് അവസ്ഥ. മറ്റൊരു കാര്യമുള്ളത്, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് JD വാൻസ് തട്ടിക്കയറിയതായുള്ള ഒരു വാർത്ത കൂടി കഴിഞ്ഞയാഴ്ച പുറത്തു വന്നതാണ്. യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചുവെന്നാണ് വാൻസ് പറഞ്ഞത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അതിന്റെ വാർത്തകളും കഴിഞ്ഞ ദിവസം വന്നതാണ്. യുദ്ധത്തിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റാതെ ഇസ്രായേൽ അമേരിക്കയെ കുടുക്കിയോ? ഒപ്പം തന്നെ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക ഇസ്രായേൽ ഭിന്നതയുണ്ടോ? ഈ കുരങ്ങനെ പിടിക്കാൻ പണ്ട് ചെയ്യുന്നൊരു പണിയുണ്ട്. ഈ കുടത്തിനകത്ത് എന്തെങ്കിലും വെക്കും, കുരങ്ങിന് വേണ്ട ചില കാര്യങ്ങൾ വെക്കും. ഒന്നുകിൽ കൈയിടും, കൈ ഇങ്ങനെ മുറുക്കി പിടിക്കും. കുടത്തിൻ്റെ വാവട്ടം വളരെ ചെറുതാണ്, ഇത് ഊരി പോരാനൊക്കില്ല, കൈ വിടില്ല. അപ്പോൾ കൈ മുറുക്കി പിടിച്ചത് കൊണ്ട് കുടവും കൊണ്ട് കുരങ്ങൻ നടക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ കഴുത്തുള്ള കുടമാണെങ്കിൽ കുരങ്ങനങ്ങ് തലയിടും. ഈ തലയും കൊണ്ട് നടക്കും. യഥാർത്ഥത്തിൽ ഇറാൻ്റെ എണ്ണ കണ്ടുകൊണ്ട്
എണ്ണ സമ്പത്ത് കണ്ടുകൊണ്ട് അമേരിക്ക ആ ശർക്കരക്കുടത്തിലല്ലേ കൈയിട്ടിരിക്കുന്നത്. ഈ ശർക്കരക്കുടത്തിൽ കൈയിട്ടാൽ, നമ്മൾ പരമ്പരാഗതമായിട്ട് പറയും ശർക്കരക്കുടത്തിൽ കൈയിട്ടാൽ ആരും ഒന്ന് നക്കിപ്പോകും, കൈവിരലുകളിൽ പറ്റിയിരിക്കുന്ന ശർക്കര നക്കും. ആ അർത്ഥത്തിലല്ല. അത് ചെയ്തോട്ടെ, അമേരിക്ക അത് ചെയ്യും, എക്കാലത്തും ചെയ്തിരുന്നു, ചെയ്തോട്ടെ. പക്ഷേ കുടവും കൊണ്ട് പോകാനാവാത്ത വലിപ്പമുള്ള കുടത്തിലാണ് അമേരിക്ക തല ഇട്ടിരിക്കുന്നത്. ഇസ്രയേൽ തല ഇടിപ്പിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ സംസാരം. അതുകൊണ്ടാണ് അമേരിക്കയിൽ വൻപൻ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു 15ഓളം നഗരങ്ങളിൽ നോ കിങ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് രാജാക്കന്മാരെ ആവശ്യമില്ല. ട്രംപ് രാജാവിനെ പോലാണ് പെരുമാറുന്നത്. തങ്ങൾ പ്രജകളല്ല, തങ്ങൾ പൗരന്മാരാണ്, തങ്ങളാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രസിഡന്റ് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു. അതും അമേരിക്കക്കാരുടെ അല്ല, മറിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ താല്പര്യപ്രകാരം. അവർക്ക് അമേരിക്കയിൽ ലോബി ഉണ്ടില്ലെന്ന് പറയുന്നില്ല. ജൂത ലോബി അമേരിക്കയിൽ പ്രബലമാണ്. അവരുടെ സ്വാധീനം അനുസരിച്ച് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്ന അമേരിക്കക്കാരുടെ എണ്ണം കൂടി വരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരു അമേരിക്കക്കാരനാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ്. മാഗ ക്യാമ്പിലെ വേറിട്ട വ്യക്തിത്വമാണ് JD വാൻസ്. JD വാൻസിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ പല പാർട്ടികൾ മാറിക്കയറി. ആദ്യം ട്രംപ് വിരുദ്ധനായിരുന്ന ഒരാൾ പിന്നീട് ട്രംപിൻ്റെ ബാൻഡ് വാഗണിൽ വന്നു. അദ്ദേഹം ഒരു സ്റ്റെബിലൈസിങ് ഫോഴ്സാണ്. ട്രംപ് പല പ്രേരണകളാലും ഒരുപക്ഷെ മാഗ ക്യാമ്പിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടും. അമേരിക്കയെ ഗ്രേറ്റ് ആക്കണമെന്നതിൽ അമേരിക്കക്കാർക്ക് യാതൊരു, ഇന്ത്യക്കാർക്ക് അതേക്കുറിച്ച് അഭിപ്രായമില്ല. ഇന്ത്യ പറയുന്നു മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, മീഗ അല്ലേ, അതല്ലേ നരേന്ദ്രമോദി പറയുന്നത്. അപ്പം അമേരിക്കയെ ഗ്രേറ്റ് ആക്കണമെന്ന് പറയാൻ ഒക്കുമല്ലോ. പക്ഷെ ഗ്രേറ്റ് ആക്കുന്നത് എങ്ങനെയാണ്? മറ്റ് രാജ്യങ്ങളിൽ കൂടുതൽ പണം ചെലവഴിക്കാതെ, അന്യരുടെ യുദ്ധത്തിൽ വെറുതെ പങ്കെടുക്കാതെ, അമേരിക്ക സ്വന്തം കാര്യം മാത്രം നോക്കി പോകണം. അപ്പോൾ വെനിസ്വേലയുടെ കാര്യം എന്താണ്? വെനിസ്വേല അമേരിക്കയുടെ ഒരു ബാക്ക് യാർഡിൽ കിടക്കുന്ന രാജ്യമാണ്. അവിടെ കാര്യമായ വിയർപ്പൊഴുക്കാതെ തന്ത്രപരമായ സമീപനത്തിലൂടെ അമേരിക്കയ്ക്ക് നിർണായക നേട്ടം കൊയ്യാൻ സാധിച്ചു. അതിൻ്റെ ന്യായം പറഞ്ഞാൽ വെനിസ്വേല എന്ന പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയി തടവിലാക്കി വിചാരണ ചെയ്യുന്നതിൽ യാതൊരു ന്യായവുമില്ല. പക്ഷേ അമേരിക്കൻ ജനത കാര്യമായി പ്രതികരിച്ചില്ല. ഇപ്പോൾ ഇതാ ക്യൂബയ്ക്കെതിരെ തിരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ക്യൂബ വെനിസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് ജീവിച്ച രാജ്യമാണ് ക്യൂബ. ക്യൂബയിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് വെനിസ്വേലയുടെ നിർലോഭമായ സപ്പോർട്ട് കൊണ്ടാണ്. വെനിസ്വേല പോയി കഴിഞ്ഞപ്പോൾ ക്യൂബയ്ക്ക് ഒരു തുള്ളി എണ്ണ കിട്ടാതെയായി. 24 മണിക്കൂറുള്ള ദിവസത്തെ കേവലം 4 മണിക്കൂർ മാത്രമാണ് ക്യൂബയിൽ ഇലക്ട്രിസിറ്റി. ക്യൂബ ഇരുട്ടിലാണ്. അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ഇൻഡസ്ട്രി തകർന്നിരിക്കുന്നു. അവിടെ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം ഉണ്ടായിരിക്കുന്നു. ദാരിദ്ര്യം ആയിക്കഴിഞ്ഞു. ഇപ്പോൾ എണ്ണ സപ്ലൈയുമായി റഷ്യൻ ഓയിൽ കപ്പൽ ഒരെണ്ണം ഇറാനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഓയിൽ ടാങ്കർ ക്യൂബയിലേക്ക് തിരിച്ചിരിക്കുന്നു. ക്യൂബയ്ക്ക് നേരെ അമേരിക്ക അപ്രഖ്യാപിത ഒരു ഉപരോധമുണ്ട്. മെക്സിക്കോയിൽ നിന്ന് വരെ ക്യൂബയിലേക്ക് എണ്ണ കൊണ്ടുപോകരുത് എന്ന് ശാസന കൊടുത്തിരിക്കുകയാണ് ട്രംപ്. മെക്സിക്കോ പേടിച്ചതനുസരിച്ചിരിക്കുകയാണ്. റഷ്യക്ക് പേടിക്കാനില്ലല്ലോ. വ്ളാഡിമിർ പുടിൻ തൻ്റെ സേനകളെ അകമ്പടി വിട്ടുകൊണ്ട്, തങ്ങളുടെ നാവികസേനയെ കപ്പലുകൾ അകമ്പടി വിട്ടുകൊണ്ട് അറ്റ്ലാന്റിക്കിന് കുറുകെ ആ കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യൂബയിൽ പണ്ട് ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഉണ്ടായല്ലോ 60കളുടെ ആദ്യം. ആ ക്യൂബൻ മിസൈൽ ക്രൈസിസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു റെസിസ്റ്റൻസ് അവിടെ വരുന്നു. ധൈര്യപൂർവ്വം ക്യൂബയിലേക്ക് റഷ്യൻ എണ്ണ എത്തുകയാണ്. ഇനിയും വന്നേക്കാം കപ്പലുകൾ. ഇത് അമേരിക്ക തടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ വേറൊരു യുദ്ധ മുഖം കൂടി തുടരും. ഇതൊക്കെ അമേരിക്കൻ ജനത സാകൂതം നോക്കുന്നു. യുദ്ധം അമേരിക്കയുടെ ഡോർ സ്റ്റെപ്പിലേക്ക്, ക്യൂബയിലേക്കോ വെനസ്വേലയിലേക്കോ മെക്സിക്കോയിലേക്കോ കടന്നു വരാൻ അമേരിക്കൻ ജനത ഒരു കാലത്തും ആഗ്രഹിക്കില്ല. ഇത് അങ്ങ് അകലെ മധ്യപൗരസ്യ പ്രദേശത്ത് നടക്കുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിന് ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻ ഉണ്ടാകും. ഒരിടത്ത് യുദ്ധം മുറുകുമ്പോൾ മറുപക്ഷത്ത് വേറൊരു മുന്നണി അപ്രതീക്ഷിതമായി തുറക്കാൻ പലപ്പോഴും സാധിക്കും. അങ്ങനെയൊക്കെയാണ് ലോകമഹായുദ്ധങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായത്. 1-2 ലോകമഹായുദ്ധം ഉണ്ടായതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് കൈവിട്ട് പോകരുത് എന്ന ചിന്ത മാഗ ക്യാമ്പിൽ JD വാൻസിനുണ്ട്. അതാണ് ഒരു ബ്രീഫിംഗ് എന്ന നിലയിൽ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ JD വാൻസ് വിളിച്ച് തലങ്ങും വിലങ്ങും ഫയർ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്താണ് കൃത്യമായി അവർ തമ്മിൽ സംസാരിച്ചതെന്ന് അറിയില്ല. എങ്കിലും മാഗ ക്യാമ്പിനുള്ളിൽ വേറിട്ട സ്വരമുണ്ട്. ട്രംപിൻ്റെ സ്വരം മാത്രമല്ല, അമേരിക്കൻ ജനതയുടെ 61% ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നവരല്ല.
ട്രംപിൻ്റെ പിന്തുണ നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നു. 39% പേരേ ഉള്ളൂ യുദ്ധം ന്യായമെന്നും യുദ്ധം തുടരുന്നതിൽ കുഴപ്പമില്ല എന്നും ചിന്തിക്കുന്നത്. ആ എണ്ണം ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരുമ്പോൾ ട്രംപിന് മുന്നോട്ട് പോകാനാവാതെ വരുന്നു. അമേരിക്കയിൽ പൊതുതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്നു. ഒരു വശത്തെ പ്രക്ഷോഭങ്ങൾ ഇല്ല, എത്രയോ ലക്ഷങ്ങളാണ്. ഈ 95 ലക്ഷത്തോളം പേരാണ്, അത് 1 കോടിയോളം പേർ. അമേരിക്കയിൽ 35-36 കോടി ആളുകളാണുള്ളത്. അതിൽ 1 കോടിയോളം പേർ വിവിധ സ്ഥലങ്ങളിൽ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. 35 പേരിൽ ഒരാൾ വീതം തെരുവിലിറങ്ങി അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിക്കാൻ തയ്യാറാകുന്നു. അതിനെ പൊതുജന അഭിപ്രായം എന്നാണ് പറയുക. മറ്റുള്ളവർക്ക് അഭിപ്രായമില്ലെന്നല്ല, അവർ തെരുവിലിറങ്ങുന്നില്ല, അവർ അഭിപ്രായ രൂപീകരണം നടത്തുന്നു. അതുകൊണ്ട് അത്ര എളുപ്പമല്ല അമേരിക്കൻ ജനതയുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ട്രംപിനും ഇസ്രയേലിനും ചേർന്നുകൊണ്ട് ഏകപക്ഷീയമായി ദീർഘകാലത്തേക്ക് യുദ്ധത്തിലേർപ്പെടാൻ തയ്യാറാവില്ല എന്ന ശുഭസൂചനയുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ വീണ്ടും പറയുന്നു, അമേരിക്കയെ തിരുത്താൻ അമേരിക്കൻ ജനതയ്ക്കേ കഴിയൂ. അമേരിക്കൻ ഭരണകൂടത്തെ തിരുത്താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അബദ്ധം കാട്ടിയിട്ടുണ്ടെങ്കിൽ, വങ്കത്വം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താൻ കഴിയുന്നത് അമേരിക്കൻ ജനതയ്ക്കാണ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡെമോക്രസി ആൻഡ് അമേരിക്ക ഈസ് ദി ക്വാളിറ്റേറ്റീവ്ലി നമ്പർ 1 ഡെമോക്രസി ക്വാളിറ്റേറ്റീവ്ലി. അത് അവരുടെ ക്ലെയിമാണ്. ക്വാണ്ടിറ്റേറ്റീവ്ലി ഇന്ത്യയാണ്, ക്വാളിറ്റേറ്റീവ്ലി അമേരിക്കയാണെന്നാണ് ക്ലെയിം. ക്വാണ്ടിറ്റേറ്റീവ്ലി ഇന്ത്യയാണെന്ന് പറയുമ്പോഴും അതിൻ്റെ നിലവാരത്തെക്കുറിച്ച് ആക്ഷേപം ഉണ്ടാകാം. ക്വാളിറ്റേറ്റീവ്ലി അമേരിക്കയാണെന്ന് പറയുമ്പോഴും അമേരിക്ക ലോകത്താകമാനം ചെയ്ത് കൂട്ടുന്നത് ജനാധിപത്യത്തിൽ നിരക്കുന്നതാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അത് ലോക സമാധാനം നിരക്കുന്നതല്ല. പക്ഷേ ആഭ്യന്തരമായി അമേരിക്കൻ ജനതയുടെ അഭിപ്രായങ്ങൾ വിൽ ബി ഹേർഡ് ലൗഡ് ആൻഡ് ക്ലിയർ. അതുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് അമേരിക്കയെ തിരുത്താൻ കഴിയും. ഇസ്രയേൽ പരിധി വിട്ട് പോകുന്നുണ്ടെങ്കിൽ അരുത് എന്ന് പറയാൻ ജൂയിഷ് ലോബിയുടെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് കഴിയും. ഒരുപക്ഷെ നവംബറിൽ ആ ജനത സംസാരിക്കും. ആ പേടി ട്രംപിനുണ്ട്. നവംബറിൽ സെനറ്റിലേക്കും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലേക്കും ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എല്ലാ കണ്ണുകളും നവംബറിലേക്കാണ്. അതിനു മുമ്പ് തന്നെ യുദ്ധം അവസാനിപ്പിച്ച് പ്രോഗ്രസ് കാർഡിൽ തൻ്റെ വിജയം രേഖപ്പെടുത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നു. വിജയം ഉണ്ടാകില്ല എന്ന് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തി കരയ്ക്ക് കയറാൻ ട്രംപ് തയ്യാറാവും. കാരണം അത്രയ്ക്ക് പ്രഷേഴ്സ് അമേരിക്കയ്ക്കുള്ളിൽ ഉണ്ട്.